ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ. എല്ലാവർക്കും എൻ്റെ ചട്ടിങ്കലോ ഫാമിലിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നോക്കാം. അപ്പൊ ഇന്നത്തെ ടിപ്പ് എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ ടിപ്പാണ് കേട്ടോ. കുറെ പേരൊക്കെ എന്റെ ക്രാഫ്റ്റ് കണ്ടിട്ട്, അതായത് എന്റെ ക്ലേ ക്രാഫ്റ്റ് കണ്ടിട്ട് എനിക്ക് വേണ്ടത്ര പ്രോത്സാഹനങ്ങൾ തരാറുണ്ട്. പക്ഷെ അവർക്കത് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിൽ നിൽക്കുന്ന കുറെ പേര്, അയ്യോ കണ്ടിട്ട് ചെയ്യണമെന്ന് തോന്നുന്നുണ്ട് പക്ഷെ എന്നെ കൊണ്ട് ഇതിനൊന്നും പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ആ ഒരു കാറ്റഗറിയിൽ നിൽക്കുന്ന ആൾക്കാരുണ്ട്. അതായത് ക്ലേ ക്രാഫ്റ്റിനെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, എന്നെ പോലെ തന്നെ. അപ്പൊ അവരോട് എനിക്ക് പറയാനുള്ള ഒരു ചെറിയ ഉപദേശമാണ്, ഒരു ചെറിയ ടിപ്പ്. ഞാൻ ഈ ക്ലേ ക്രാഫ്റ്റ് നേരത്തെ പഠിച്ചതൊന്നുമല്ല. ഞാൻ പഠിച്ചത് ബിടെക് ആണ്. നിങ്ങൾക്കറിയാം, ടെക്നിക്കൽ അതും ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഫീൽഡാണ്. ഇത് രണ്ടും തമ്മിൽ വളരെ വളരെ അന്തരമുണ്ടല്ലേ. അപ്പോൾ തമ്മിൽ ഒരു ബന്ധവുമില്ല. പക്ഷെ എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഒത്തിരി ഇഷ്ടമാണ്. അപ്പൊ നമുക്ക് എല്ലാ കാര്യത്തിലും വേണ്ടത് താല്പര്യം തന്നെയാണ്. അപ്പൊ ഇൻട്രസ്റ്റ് ഉണ്ട്, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല എന്നാണെങ്കിൽ, അല്ലെങ്കിൽ പറ്റില്ല എന്നൊരു ചിന്തയാണെങ്കിൽ, നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ആ ചിന്തക്കുള്ള കാരണം, നമ്മൾ കാശൊക്കെ ചെലവാക്കിയിട്ട്, അതൊരു 100 രൂപ ആയിക്കോട്ടെ, ഒരു 10 രൂപ ആയിക്കോട്ടെ, നമ്മൾ കാശ് ചെലവാക്കിയിട്ട് നമുക്ക് അതിനെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല എങ്കിൽ നമുക്ക് ഭയങ്കര കുറ്റബോധമായിരിക്കും. വെറുതെ കാശ് കളയണമെന്ന് വിചാരിച്ചിട്ട്. അത് എനിക്കും അങ്ങനെ തന്നെയായിരുന്നു. അതുകൊണ്ട് ഞാൻ കാശ് കൊടുത്തിട്ട് നിങ്ങൾ വാങ്ങിച്ചിട്ടൊന്ന് ട്രൈ ചെയ്യാൻ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. പിന്നെ വാങ്ങി കൊണ്ടുവന്നാൽ തന്നെ അതെടുത്തിട്ട് എന്തെങ്കിലും ചെയ്യാനും ഭയങ്കര ടെൻഷനായിരുന്നു. ക്രാഫ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. എന്നാൽ ക്ലേ വാങ്ങിച്ചിട്ട് ട്രൈ ചെയ്യാൻ ധൈര്യമില്ല എങ്കിൽ നമ്മൾ ഹോം മെയ്ഡ് ക്ലേ ഉണ്ടാക്കുന്നുണ്ടല്ലോ, നമ്മളുടെ മൈദയിൽ ഇത്തിരി നമ്മളുടെ ഫെവിക്കോൾ ഉണ്ടല്ലോ, ഈ ഫെവിക്കോൾ ഒരല്പം ചേർത്തിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്യുക. അതിലേക്ക് ഇത്തിരി ഉപ്പും കൂടെ ആഡ് ചെയ്യുക. അത് ചീത്തയായി പോകാതിരിക്കാനാണ്. ഇത്തിരി ഓയിലും കൂടെ ആഡ് ചെയ്യുക. പിന്നെ ഒരു ടിപ്പ് പറഞ്ഞുതരാം. ഷേവിങ് ക്രീം ഉണ്ടാവും വീട്ടിൽ ഉണ്ടെങ്കിൽ കുറച്ച് ഷേവിങ് ക്രീമും കൂടി അതിൽ ആഡ് ചെയ്യും. എങ്കിൽ നമ്മുടെ ക്ലേ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. അപ്പൊ അങ്ങനെ ആക്കിയിട്ട് ട്രൈ ചെയ്യാം. അപ്പൊ നമുക്ക് വലിയ കാശ് ചെലവൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് അത് ചെയ്ത് നോക്കാൻ സാധിക്കും. എനിക്ക് പറ്റിയിട്ടുണ്ട്, പിന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കാത്ത ഉറപ്പായിട്ട് സാധിക്കും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന് മാത്രം. 1-2 തവണയൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര ഫ്ലോപ്പായിരിക്കും. ആരെയും കാണിക്കണ്ട, നിങ്ങളുടെ കയ്യിൽ തന്നെ ഒതുക്കി വെക്കുക. വീണ്ടും വീണ്ടും ട്രൈ ചെയ്യുക. ഒരു 5-6 പ്രാവശ്യമൊക്കെ ചെയ്യുമ്പോൾ താനെ നമ്മുടെ കൈ ഇങ്ങനെ വഴങ്ങി വരണം എല്ലാത്തിനും. അപ്പൊ അതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പൊ അത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് തന്നെ സാധിക്കും. ഇല്ലേ, നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ ഏത് തരത്തിലുള്ള വീഡിയോ വേണമെങ്കിലും ക്ലേ കൊണ്ട് ഞാൻ നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരുന്നതാണ്. നിങ്ങൾക്കിപ്പം ഹ്യൂമൻ ബോഡി ഉണ്ടാക്കുന്നത് കാണിച്ചു തരണമെങ്കിൽ അത് പറഞ്ഞാൽ മതി. ഞാൻ ഇതിന് ട്രൈ ചെയ്യുന്നതാണ്. ഞാനും എക്സ്പേർട്ടൊന്നും അല്ലാതെ ട്രൈ ചെയ്ത് വരലാണ്. ഒരുപാട് തവണ ചിലപ്പോൾ ഫ്ലോപ്പായി പോകും. എന്നാലും ട്രൈ ചെയ്യാം.
നമുക്ക് വേറെ നഷ്ടമൊന്നുമില്ലല്ലോ. നമുക്ക് ഇഷ്ടപ്പെട്ട പണി ചെയ്യുമ്പോഴാണ് നമ്മൾ എപ്പോഴും ഹാപ്പി ആയിരിക്കുക കേട്ടോ, അത് മറക്കണ്ട. അപ്പോൾ ഇന്നത്തെ ടിപ്പ് ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത ടിപ്പായിട്ട് അടുത്ത ദിവസം കാണാം. അതുവരെ ബൈ ബൈ.